ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കുറേ പേര് ഓഫ് റോഡ് എൻഡ്യൂറോ പോലെയുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡൊക്കെ നമ്മുടെ ഇടുക്കി സൈഡിൽ അല്ലെങ്കിൽ വയനാട് സൈഡിൽ പാലക്കാട് സൈഡിലൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചെയ്യുന്നത് നല്ല കാര്യം, എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതിൽ. പക്ഷെ അവർ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ള തരത്തിലുള്ള മിസ്റ്റേക്സ് ആണ് അവർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ. പലരും ഓഫ് റോഡ് ഈ പറയുന്ന പോലെ ഹാർഡ് കോർ ആയിട്ടുള്ള ഉറുമ്പിക്കര പോലെയുള്ള ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്കുണ്ടെങ്കിൽ അവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ പകുതി പോലും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത്. അത്രയും ഈസി എന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും നമുക്ക് കുറേ ട്രിക്സ് ആൻഡ് ടിപ്സ് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു അതുപോലുള്ള ഒരു ഓഫ് റോഡ് ടെറൈനിലൊക്കെ ഓടിക്കുന്ന സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതാണ് ഏറ്റവും ആദ്യം കുറേ പേര് മിസ്സിങ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും ഒരു ബൈക്ക് വാങ്ങിക്കുന്നു, വെറുതെ ഒരു എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതിൽ ട്രൈ ചെയ്യുന്നു. ആ ട്രൈ ചെയ്യുമ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവരുടെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മോട്ടോർ സൈക്കിളിനും അതേ സെയിം വേവ് ലെങ്ത്തിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ട്രിക്സ് ഓഫ് റോഡിലേക്ക് മാത്രമല്ല, നിങ്ങൾ ഓൺ റോഡ് ഓടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി മെക്കാനിക്കൽ ഡാമേജ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ കാണുമ്പോൾ ചില മോട്ടോർ സൈക്കിൾസ് എല്ലാം ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡാണ് ഓടിക്കുന്നത്. സംബന്ധിച്ച് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്സ് അറിയാത്തതുകൊണ്ട് തന്നെ മോട്ടോർ സൈക്കിളിനും വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ്. കാരണം ചില മോട്ടോർ സൈക്കിളിൽ എൻജിന് ക്രാക്ക് വരുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡാമേജസ് നമ്മുടെ മോട്ടോർ സൈക്കിളിൽ വരുന്നതെല്ലാം ഈ പറയുന്ന ടെക്നിക്സ് ആൻഡ് ടിപ്സ് അറിയാത്തതിൻ്റെ കുറേ മിസ്റ്റേക്സ് കൊണ്ടാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓഫ് റോഡ് കേപ്പബിൾ അല്ലാത്ത മോട്ടോർ സൈക്കിൾ ഓഫ് റോഡ് ഓടിക്കുമ്പോഴുള്ള സ്ട്രഗിള് പലരും മനസ്സിലാക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കയ്യിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഓഫ് റോഡായിട്ട് ഓടിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, അത് തെറ്റില്ല. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയൊരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും, ചിലപ്പോൾ ഡിസ്കവറോ അല്ലെങ്കിൽ ഒരു പാഷനോ അല്ലെങ്കിൽ ഒരു സ്പ്ലെൻഡറൊക്കെ ആയിരിക്കും, അത് കുറച്ച് ഓഫ് റോഡ് കാപ്പബിലിറ്റിയുടെ രീതിയിൽ ഹാർഡ് കോർ അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നല്ല കാര്യം, കാരണം അത്യാവശ്യത്തിന് അവർക്ക് ആ ഒരു രീതിയിലെങ്കിലും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും സസ്പെൻഷൻ ട്രാവലൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻഡ്യൂറോ സ്റ്റൈലിൽ ഓടിക്കുമ്പോൾ കുറച്ചുകൂടി കംഫോർട്ട് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഡാമേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി ഹെൽത്തിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങൾ സംസാരിച്ചതാണ്. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്തിനെ കൂടെ ബാധിക്കും. ഇനി ഹെൽത്തിനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് റൈഡിങ് ഗിയേഴ്സ് ആണ്. കാരണം ഞാൻ ഈ പറയുന്ന ഹാർഡ് കോർ ഓഫ് റോഡ് ഓടിക്കുന്നവരും എൻഡ്യൂറോ ഓടിക്കുന്നവരൊക്കെ റൈഡിങ് ഗിയർ ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയർ ഒന്നും അല്ല അവർ ധരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള സാധാ ഒരു ഷൂ അല്ലെങ്കിൽ സാധാ ഒരു പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഒന്നുമില്ല, സാധാ ഒരു ജീൻസ് മാത്രമായിട്ടൊക്കെ ഓഫ് റോഡ് ഓടിക്കുന്നവർ കാണുന്നുണ്ട്. എനിക്കറിയാം, പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും മൂല്യമുള്ള കാര്യം തന്നെയാണ്, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇതുപോലുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് രക്ഷയില്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയുമ്പോൾ ബ്രോന് വേണമെങ്കിൽ വാങ്ങിക്കാം, എനിക്ക് അത്ര വലിയ കപ്പാസിറ്റി ആളൊന്നുമല്ല ഞാൻ. എന്നിരുന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് റൈഡിങ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനൊരു സ്റ്റോറി ആയിട്ട് പറയാം. എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ലൊരു ബൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ലൊരു നീ പ്രൊട്ടക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ചുമ്മാ ഒരു നീ ഗാർഡിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ യാതൊരു കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നീ ബ്രേസസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. നീ ബ്രേസസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പറായിട്ട് നിങ്ങൾ നീയെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമാണ്. നീ ഗാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും ഒരു പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമല്ല, അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ബ്രേസസ് ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ബോഡി ആർമറുകൾ, ചെസ്റ്റ്, ബാക്ക്, സൈഡ്, എൽബോ, അതിനൊക്കെയുള്ള പ്രൊട്ടക്റ്റേഴ്സ് യൂസ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഗ്ലൗസ് യൂസ് ചെയ്യുക. സോ അത്യാവശ്യത്തിന് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല. നിങ്ങളിപ്പോൾ ഞാൻ റൈഡിങ് ഗിയറിൻ്റെ കാര്യം പറയുമ്പോൾ പണ്ടൊക്കെ നല്ല രീതിയിലുള്ള റൈഡിങ് ഗിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഹെവി ആയിട്ടുള്ളൊരു പ്രൈസിങ് ആയിരുന്നു. ഇപ്പോഴും അത്രയും ഹെവി പ്രൈസിങ് ഇല്ലെങ്കിൽ പോലും നമുക്ക് എല്ലാ ഗിയേഴ്സും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ ലഭിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റൈഡിങ് ഗിയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഹെൽത്തിനെ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഇമ്പാക്റ്റ് എടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ ജീവിതത്തിന് ചിലപ്പോൾ ഫുൾ നമ്മുടെ ലൈഫിനെ തന്നെ ചിലപ്പോൾ മാറ്റി മറിക്കുന്ന ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്, നീ ഇഞ്ചുറി ആയിട്ട്
പിന്നെയും ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡ് ഓടിക്കുന്നു, അവർക്ക് പ്രോപ്പറായിട്ടുള്ള പിന്നെയും പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയേഴ്സ് ധരിക്കുന്നില്ല. അങ്ങനെയുള്ള കുറേ സംഗതികൾ കണ്ടുകൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല. ഓക്കെ, ഒരു ഹെവി ആയിട്ടുള്ളൊരു ഫോൾ വന്നു അല്ലെങ്കിൽ നിങ്ങൾ വീഴ്ച കിട്ടി, അതിൽ നിന്ന് കിട്ടുന്ന ഇമ്പാക്റ്റ് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നതിന് ഭേദം പ്രോപ്പറായിട്ടുള്ളൊരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊട്ടക്ടറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഹെൽപ്പ് ചെയ്യും. അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിനൊപ്പം തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. സ്ലോ സ്പീഡിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി അടുത്തൊരു കാര്യം, പലതരത്തിലുള്ള ഓഫ് റോഡ് ട്രെയിനിങ് സ്കൂളുകൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട് പലത്. അതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കൂൾസൊക്കെ ഉണ്ട്. എന്തിനാണ് അത്രയും എക്സ്പെൻസീവ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള ചിന്ത തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്കൂൾസൊക്കെ തന്നെയാണ്. ഇനി ആ ഒരു സ്കൂളിൽ കാശ് മുടക്കാൻ ആളുകളിലോണ്ട് തന്നെയാണല്ലോ അവർ ഇനിയും ആ ഒരു സെയിം പ്രൈസിങ്ങിലൊക്കെ ഇടുന്നത്. ഇനി അതല്ലാതെ തന്നെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള സ്കൂൾസ് വരുന്നുണ്ട്. ഞാനൊരു സ്കൂൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ട്രെയിനിങ് എടുക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇനി നിങ്ങൾക്കിപ്പോൾ ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള സെഷൻസ് ഉണ്ട്. കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർ അങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കണ്ട് മനസ്സിലാക്കിയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ ശ്രമിക്കുക. അതല്ല പ്രോപ്പറായിട്ടുള്ള സ്കൂളിൽ നിന്നാകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പറയാനുള്ളൂ. ഇതെന്തായാലും നിങ്ങളുടെ ഓഫ് റോഡ് ഓടിക്കുന്ന ഫ്രണ്ട്സിന് ദയവ് ഇത് അയച്ചു കൊടുക്കുക. റൈഡിംഗ് ഗിയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കുന്നവരെ ഒന്നുകൂടി പുഷ് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ചാओ.